ഹലോ, നമസ്കാരം. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. ഇവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളറിൽ ഒരു 18 ഷേഡോസ് ഉള്ള ക്യാമലിൻ്റെ ഒരു ബോക്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ അതുപോലെ പാലറ്റ് ഉണ്ട്. പാലറ്റിന് പകരം പ്ലേറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വെള്ളമുണ്ട്, അതുപോലെ ഫ്ലാറ്റ് 2 ബ്രഷും അതുപോലെ റൗണ്ട് 2 ബ്രഷും ഉണ്ട്. പെൻസില്, എറേസർ, അതുപോലെ പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ പറഞ്ഞിരുന്നു, കളേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കോട്ടൺ ക്ലോത്ത് കയ്യിൽ വെക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സ്കെച്ച് ഇടേണ്ടതുണ്ട്. ഇവിടെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈ ഒരു ചിത്രം അയച്ചു തന്നിരിക്കും. വരച്ച് തുടങ്ങുക എന്നുള്ളതാണ് വരയ്ക്കാൻ പഠിക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് എപ്പോഴും എല്ലാവരും ഓർമ്മിക്കുക. അത് തെറ്റിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരു അസ്തമയ ദൃശ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മരങ്ങളുണ്ട്. അതുപോലെ കുറ്റിച്ചെടികൾ, കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുണ്ടതായിട്ടാണ് കാണുന്നത്. നമുക്ക് ആദ്യം ഇവിടെ സ്കെച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിന് വേണ്ടി ഏറ്റവും ലൈറ്റായ രീതിയിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ്. ആവശ്യമായ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക. എറേസർ ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കാരണം ഇവിടെ വാട്ടർ കളർ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എറേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഈ സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂടിയിട്ട് കാണാം. പക്ഷെ എന്നതുപോലെ നിങ്ങൾ സ്പീഡിൽ ചെയ്യണമെന്നില്ല, പതുക്കെ ചെയ്താൽ മതിയാവും. ഇവിടെ ഞാനിപ്പോൾ വാലറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിംസൺ ലാക്കും അതുപോലെ ബ്ലൂ ടോണുമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഏതാണ്ട് വയലറ്റിൻ്റെ ടോണ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ബോക്സിൽ വയലറ്റ് ടോണ് തന്നെ കാണുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ക്രിംസൺ ലാക്കും അതുപോലെ കൊബാൾട്ട് ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കളർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പേരുകളൊന്നും ബൈ ഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഓരോ കളേഴ്സും ഇതിൻ്റെ പുറത്തുള്ള കളർ നോക്കി നമ്മൾ കൈകാര്യം ചെയ്താൽ മതിയാവും. പിന്നീട് പേരുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലായിക്കോളും. ഇവിടെ ഇപ്പോൾ പശ്ചാത്തലം ഏതാണ്ട്
മോൾ ഭാഗത്തെ ആകാശത്തിൻ്റെ ഭാഗം ഏതാണ്ട് പൂർത്തിയായി. ഇനി നമുക്ക് താഴെയുള്ള ഭാഗത്തു ഡാർക്ക് ടോൺ ഉപയോഗിച്ച് നോക്കാം. ഇവിടെ ഡാർക്ക് ടോൺ ആയിട്ട് നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. ബ്ലാക്ക്, ഏതാണ്ട് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നേരെ ബ്ലാക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു വാട്ടർ കളറിൽ ബ്ലാക്കും വൈറ്റും നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കാറാണ് പതിവ്. ഈ രണ്ട് ടോണും നമ്മൾ സ്വാഭാവികമായിട്ടും കളേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യാറില്ല. ഇപ്പോൾ അതിന് പകരം നമ്മൾ വയലറ്റ് ടോണ്, അതായത് നേരത്തെ മിക്സ് ചെയ്ത ക്രിംസൺ ലാക്കും അതുപോലെ ബ്ലൂവിൻ്റെ ടോണും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ടോണാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് അകലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ തോന്നും എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും അടുത്ത് കാണുന്ന പുൽച്ചെടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ തുടങ്ങാം. ഇവിടെ കൊബാൾട്ട് ബ്ലൂവിന് പകരം പ്രഷ്യൻ ബ്ലൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ടോണായിട്ട് നമുക്ക് ഈ ഒരു കളറിനെ മാറ്റാൻ പറ്റും. ഇനി പതുക്കെ നമുക്ക് ഇതിലെ മരങ്ങളെ വരച്ചു തുടങ്ങാം. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പശ്ചാത്തലം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന കളറ് അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കളറ് ചിലപ്പോൾ പശ്ചാത്തലത്തിലേക്ക് പടർന്നു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കുക. കാരണം അത് പൂർണ്ണമായിട്ടും പശ്ചാത്തലം ഡ്രൈ ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള മരങ്ങൾ പതുക്കെ വരച്ചു തുടങ്ങാം. ഒരുപാട് ചില്ലകളൊക്കെ ഉള്ള മരമാണ് ഈ സൈഡിലുള്ളത്. ഇത്തരം സ്ട്രോക്സുകളാണ് വാട്ടർ കളറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ലൈറ്റും ഡാർക്കും ആയിട്ട് റഫായിട്ട് സ്ട്രോക്സുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ തന്നെ വാട്ടർ കളറിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും.
ഇവിടെ ഇപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ചില്ലകൾ ഞാൻ അധികം ഡാർക്ക് ഉപയോഗിക്കാതെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്യാവശ്യം ചില ഏരിയകളിൽ മാത്രമേ ഡാർക്ക് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് അതൊരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? പലരും പറഞ്ഞിരുന്നു, അതായത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ബ്ലാക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ഇവിടെ ബ്ലാക്കിന് പകരമാണ് നമ്മൾ ഈ ഒരു ടോൺ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഡാർക്ക് ടോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്ലാക്ക് നമുക്ക് ആവശ്യമില്ല. ബ്ലാക്കിന് പകരമായിട്ട് മറ്റ് ഡാർക്ക് ടോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതിന് ഈ ഒരു മിക്സ് ചെയ്ത് ഈ ഒരു ടോൺ ഉണ്ടാക്കിയതിന് പകരം ബ്ലാക്ക് നേരിട്ടാണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മൾ ഈ ഒരു അട്രാക്ഷൻ കളേഴ്സിൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ചിത്രം ഒരു മങ്ങിയ ഫീലിങ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്സുകളാണ് ഈ ചിത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം എടുത്തുകൊണ്ട് പരമാവധി സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ വാട്ടർ കളർ ചെയ്യാൻ എന്നുള്ളത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ താഴ്ഭാഗത്തുള്ള ഡാർക്ക് ടോണ് പുല്ല് പോലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കാണുന്ന കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ഡാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളായി കഴിഞ്ഞു. നമുക്ക് ഇനി ഇവിടെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ മറ്റ് കളേഴ്സൊന്നും ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാനില്ല. അത്രത്തോളം സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ഫീലിങ്സിൽ ആ ഒരു കാഴ്ചയിൽ നമുക്ക് മറ്റ് കളേഴ്സൊന്നും ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഈ ഒരു ചിത്രം ഇവിടെ പൂർത്തിയായി വരുന്നുണ്ട്. ഇവിടെ ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പലരും ഇത്തരം സന്ദർഭങ്ങളിൽ ബ്രഷിനെ തെറിപ്പിച്ചുകൊണ്ട് സ്ട്രോക്സ് അല്ലെങ്കിൽ വളരെ കുഞ്ഞ് സ്പ്രേ പോലെ ചെയ്തുകൊണ്ടൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചിത്രം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ.